കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട വെച്ചിട്ട് ഇത്രയും കിടിലനായിട്ടുള്ള ഒരു സ്നാക്സ് അതും ഇത്രയും എളുപ്പത്തിൽ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും സൂപ്പറായിരുന്നു. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് 4 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഇതേപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ മുട്ടയും നമുക്ക് ഇതേപോലെ 2 പീസായിട്ട് അതും ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അത് എടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ള പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ വേറെയും വെള്ള വേറെയും ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം. അപ്പോൾ അത് ഉപ്പ് ചേർത്ത് വേവിച്ച് തൊലി കളഞ്ഞ് മാഷ് ചെയ്ത് വെച്ചതാണ്. അതിലേക്കൊരു അരക്കപ്പ് വരെ സവാള അരിഞ്ഞതും പിന്നെ ഒരു കൈ നിറയെ മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് പകരം സാധാരണ മുളക് പൊടിയായാലും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഉരുളക്കിഴങ്ങിൽ ചേർത്ത ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ആ ഉപ്പ് തന്നെ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടി തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തന്നെ ഒരു കൈ നിറയെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി വരെ പുതിനയില ചേർത്തു. ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള, ഒരു സവാളയുടെ 8/1 മറ്റേ ഉണ്ടാവുള്ളൂ അത്രയും സവാള, പിന്നെ 1/2 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല, നമ്മൾ ചേർത്ത തൈരും ചെറുനാരങ്ങ നീരും മാത്രമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് ചീസും കൂടി ഞാനിതിലേക്ക്, മൊസറല്ല ചീസാണ്, അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ചീസ് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ കുഴിയിലോട്ട് നിറയെ നമ്മുടെ ചട്നി വെച്ച് കൊടുക്കുക. കുഴി നിറയുന്നത് വരെയും വെച്ച് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചട്നി കുറേ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഒരു ചെറിയ ഉരുള നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് കുറച്ചൊന്ന് പരത്തുക. ഒട്ടും നേരിയതാക്കണ്ട, ആ മുട്ടയുടെ അത്രയും വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. കാരണം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ മുട്ട ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ചട്നി ഒന്നും പുറത്തേക്ക് ഒഴുകി പോവാതെ അങ്ങനെ ഇരുന്നോളും. മുട്ട ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് മുട്ടയിൽ നിന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊന്നും ഇളകി പോവാതെ അങ്ങ് ഇരുന്നോളും. ഇതേപോലെ ടൂത്ത് പിക്ക് മുട്ടയിലും ഉരുളക്കിഴങ്ങിലുമായിട്ട് അങ്ങ് കുത്തി കൊടുക്കാം. ഇതേപോലെ വേണം ഓരോന്നും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് മുഴുവനും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം കൂടി ഞാനിവിടെ റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയിലേക്ക് ഞാൻ കുറച്ച് മൈദ, ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർക്കുന്നുണ്ട്. കാരണം മുട്ട മാത്രമായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയ മുട്ടയാണല്ലോ, അപ്പോൾ അത് നല്ലോണം കവറായിട്ടിരിക്കണം. അല്ലെങ്കിൽ അത് എണ്ണയിൽ ടച്ചായി കഴിഞ്ഞ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ മൈദയും ഒരു നുള്ളു ഉപ്പും പിന്നെ അത് നേർപ്പിക്കാനായിട്ട് കുറച്ച് പാലുമാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ ബാറ്റർ അധികം തിക്കായി ഇരിക്കണം എന്നില്ല, കുറച്ച് നേരിയതായാൽ മതി. പക്ഷേ ആ ഒരു മൈദയുടെ കോട്ടിങ്ങും കൂടി ഉണ്ടാകുമ്പോൾ നല്ലോണം ബ്രെഡ് ക്രംസൊക്കെ അവിടെ പിടിച്ച് നമുക്ക് എണ്ണയിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ടാണ്. അപ്പോൾ ഈ ഒരു മൈദ മിക്സിലും അതിനുശേഷം ബ്രെഡ് ക്രംസിലും ഇതേപോലെ നന്നായിട്ടങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം.
പിന്നെ ഞാൻ പറഞ്ഞില്ല മുട്ടയുടെ വെള്ള വരുന്ന ഒരു ഭാഗം അത് ഞാൻ 2 പ്രാവശ്യം ഇതേപോലെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇത് പൊട്ടിത്തെറിക്കുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഇത്രയും നന്നായിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുട്ട എണ്ണയിൽ നിന്നും പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ലതുപോലെ ഇങ്ങനെ മൈദ മാവ് വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല കിടിലനായിട്ടുള്ള എഗ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് എഗ് മസ്താനി എന്നാണ് കേട്ടോ സാധാരണ പറയുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി എഗ് മസ്താനി, മുട്ട മസ്താനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചീസി ചട്നിയും നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ മറ്റേ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും ചേർന്നിട്ടുള്ള ഒരു മിക്സും ഒക്കെ കൂടി അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ സ്നാക്സാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്